ഇവർക്ക് ബില്ലായിട്ട് വന്നത് ഏകദേശം 26 ലക്ഷം രൂപയ്ക്ക് മേളിലാണ്. ആ സംഭവം നടന്നപ്പം ഇവർക്കൊരു സംശയം, എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റലുകാർ ഓപ്പറേഷൻ ചെയ്തില്ല, ഇനി ചെയ്യാത്തതിന് എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ എന്ന് ഇവരൊന്ന് അന്വേഷിച്ചു. ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ട് ഒന്നുമല്ല, ഇത് ഒരു പക്ഷേ ഇതിനൊക്കെ വേറെ ഒരു ഡെഫിനേഷനൊക്കെ കാണുമായിരിക്കാം. പക്ഷേങ്കിൽ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു ഈ ആദ്യത്തെ ഹോസ്പിറ്റലുകാർ ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവർ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ ഇത് തുറന്നു പറയാതെ ഇല്ല, ഈ വീട്ടുകാർക്കൊരു പ്രത്യാശ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെല്ലുമ്പം ഇവരെങ്ങനെ പൈസ മുതലാക്കാമെന്നാണ് ചിന്തിക്കുന്നത് ചില ഹോസ്പിറ്റലിൽ. അപ്പം അവർ ആ രീതിയിൽ ഇവർക്കൊരു പ്രത്യാശ കൊടുത്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സമയത്ത് ഇദ്ദേഹത്തിന് കുറേ മരുന്നും ഡയാലിസിസും ഒക്കെ കൊടുത്ത് അവർ മാക്സിമം അവർക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, ഓപ്പറേഷൻ ചെയ്താൽ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ എമൗണ്ട് അവർ എത്തിച്ചു. ഏകദേശം ഇങ്ങനത്തെ രീതിയിൽ പോകുന്ന എല്ലാ ഹോസ്പിറ്റലിലും ഒന്നുമില്ല, എന്നാൽ ഉണ്ട് താനും. ഇപ്പം ഞാൻ ഈ വിഷയം എന്നോട് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ കേസിന് പോയില്ല? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും കോടികൾ മുടക്കി ഹോസ്പിറ്റലൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കേസ് വന്നാൽ അതെങ്ങനെ ഒതുക്കി തീർക്കണം അവർക്കറിയാം. ഇന്നത്തെ കാലം നമ്മളിപ്പോഴൊക്കെ മരിച്ച വ്യക്തി പോയി, അദ്ദേഹത്തിന് ഓൾറെഡി ശരിക്കും പ്രോബ്ലം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ മരിച്ചു പോയത്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു വിശ്വസിച്ചൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഓക്കെ ഇവർ നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന് കരുതുമ്പം അവർ നോക്കുന്നത് എങ്ങനെ നമ്മുടെ ഇരിക്കുന്ന പൈസ ഇപ്പുറത്താക്കാമെന്ന. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഡോക്ടറിനെ കണ്ട് പരിചയപ്പെട്ടപ്പം അദ്ദേഹം വളരെ ഫേമസ് ആയ ഡോക്ടറാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ എനിക്ക് താമസപ്പെട്ടു. ഇനിയും അദ്ദേഹത്തെ കണ്ടുപിട്ടു. ഞാൻ ഡോക്ടർ എന്താ അങ്ങനെ ഹോസ്പിറ്റലിൽ മാറിയപ്പോൾ എന്നോട് പറഞ്ഞു, മോഹൻ നീ ഉദ്ദേശിക്കുന്നതല്ല, അവിടെ ഈ ന്യൂസിനകത്തൊക്കെ വരുന്ന ഫോട്ടോയും മറ്റു കാര്യങ്ങളുള്ളൂ. അവിടെ നടക്കുന്ന മുഴുവൻ അഴിമതിയാണ്. ചെല്ലുന്ന ആൾക്കാരിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നാണ് ഹോസ്പിറ്റലിൽ എല്ലാ ആൾക്കാരും നിൽക്കുന്നത്. അതിനോട് എനിക്ക് എത്തുപോകാൻ എൻ്റെ എത്തിക്സ് ശരിയാവത്തില്ല. അത് സമ്മതിക്കുന്ന ഡോക്ടേഴ്സിന് ഭയങ്കര ശമ്പളവും അത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. നല്ല ഹോസ്പിറ്റലിലും നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, എന്നാൽ ആ കൂട്ടത്തിൽ കുറച്ച് ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു, കാരണം അദ്ദേഹം അതുപോലെ വയ്യായിരുന്നു. എങ്കിലും അത്രയും ക്രിട്ടിക്കലായിട്ട് ചെല്ലുമ്പോഴും എങ്ങനെ പൈസ അതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പല ആവശ്യത്തിന് പോകും. നിങ്ങൾ ഒരു റെഫറൻസ് പോലെ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും.